കേട്ടിട്ട് ഞാനത് ഓൾറെഡി ഒരു കുഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. ഞങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിഷനും പിന്നെ ജോലിയൊക്കെ ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ എന്തായാലും കുറേ വീഡിയോസ് അടുപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ എന്താ സ്പെഷ്യാലിറ്റി എന്ന് അറിയോ? പറഞ്ഞ സ്നേഹമാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ് 3 ദിവസമായി. ഞങ്ങളപ്പോൾ ലണ്ടൻ പോവാം. ഓൾറെഡി ഞങ്ങൾ 6 മന്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായി. ഇപ്പോൾ ഒരു വർഷത്തെ എക്സ്പീരിയൻസും പറയും. പിന്നെ ഇപ്പോൾ ലണ്ടനിൽ ഓൾറെഡി പോവാം. ഞങ്ങൾ ഓൾറെഡി ട്രെയിനിൽ കയറി. പിന്നെ ട്രെയിനിൽ കാരണം വീഡിയോസൊക്കെ എടുക്കാത്തതെന്ന് വെച്ചാൽ ലഗേജൊക്കെ ഉണ്ടായി. അതൊക്കെ പെട്ടിക്ക് ഒട്ടുക്കത്തെ വളരെ കാണ്ട് കുരുട്ടി കൊണ്ടുവന്നാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. നമ്മൾ ഗ്ലാസ്ഗോന്നാണ് ട്രെയിൻ എടുക്കണത്. അപ്പോൾ 5 മണിക്കൂർ എന്തുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോകാനായിട്ട്. കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട്, പിന്നെ മെയിനായിട്ട് ക്രിസ്മസിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ലണ്ടനിൽ നിന്ന് കുറേ പേര് സ്കോട്ട്ലൻഡിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും സ്കോട്ട്ലൻഡ് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടാ. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ക്രിസ്മസിന് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വർഷമായി. അപ്പോൾ എന്തായാലും ലണ്ടനിൽ പോകാൻ വെച്ചത്. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ ഉണ്ടല്ലോ, ഫുഡ് വലിയ രസം ഉണ്ടായില്ല. നല്ല അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിന് സമാധാനമായിട്ട് ഉറങ്ങാം. കയറിയിട്ട് 1.5 മണിക്കൂർ കണ്ട് കഴിഞ്ഞു. 1.25 മണിക്കൂർ കഴിഞ്ഞു. ഇനി 10:30 ഞങ്ങൾ ലണ്ടനിലെത്തും. അപ്പോൾ കാണിച്ചതാട്ടാ. ഏതാണ് ആ സ്ഥലത്തിൻ്റെ പേര്? കാളിസ്ലി അങ്ങനെ എന്തോ. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല. നോക്കിയ അവള് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാ. ഞാൻ കുറച്ച് പടമൊക്കെ വരയ്ക്കാന്ന് വെച്ചു. ആൾക്കാരില്ലേ പടമൊക്കെ വരയ്ക്കണേ. ഓക്കെ ബൈ. ഇനിയിപ്പോൾ ലണ്ടൻ എത്താൻ വേണ്ടി ഏകദേശം 3 സ്റ്റോപ്പും കൂടെ. ഇവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പിക്ക് 3/4 മണിക്കൂർ, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിക്ക് 20 മിനിറ്റ്, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിക്ക് 30 മിനിറ്റ്. അപ്പം നമ്മൾ അവിടെ എത്തും ലണ്ടൻ. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റുട്ടാ. ഉറക്കം കഴിഞ്ഞ് എണീറ്റത് കറക്റ്റ് പ്രിസ്റ്റൻ്റെ അവിടെ എത്തിയപ്പോൾ. പ്രിസ്റ്റൻ്റെ അവിടെ എന്തിട്ടാന്ന് അറിയാം നിങ്ങൾക്ക്? ഞങ്ങളുടെ ഒരു ട്രാവലിംഗ് സ്റ്റോറി ഉണ്ട്. ഭയങ്കര വലിയ സ്റ്റോറിയാണ്. ഞങ്ങൾക്കത് റിവൈൻഡ് അടിച്ച് കാണുന്ന പോലെ സംഭവമായിരുന്നു പ്രിസ്റ്റൻ്റെ. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വന്നപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സായിപ്പോയി അല്ലേടി? ആ കഥയൊന്നും പറഞ്ഞ അവിടുത്തെ ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് മിസ് ചെയ്തു ദുബായി വെച്ചിട്ട്. അതുകൊണ്ട് ഞങ്ങൾ മാഞ്ചസ്റ്ററിലേക്ക് അവിടെ നിന്ന് വന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് പോവുക ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു, ഒന്നും അറിയില്ലല്ലോ. എന്നിട്ട് ഞങ്ങൾ മാഞ്ചസ്റ്ററിൽ നിന്ന് പ്രിസ്റ്റൺ വന്ന്, പ്രിസ്റ്റണിൽ നിന്നാണ് ഗ്ലാസ്ഗോ ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോയത്. ലോങ് ജേർണി ആയിരുന്നു. പിന്നെ ഞാൻ കൂടെ തുടങ്ങിപ്പോയി. ഞാൻ കണ്ടില്ല ആ സ്ഥലം. ആര്യമോ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അവളുടെ വാച്ച് ഞാൻ ഓണാക്കാം. ഇനിയൊരു 1 മണിക്കൂർ 9 മണി ആയിട്ടാ 10:30 എത്തും. ഏകദേശം ഇരുട്ടിക്ക് തുടങ്ങി. പക്ഷെ ഇപ്പൊ ഒരു സ്പ്രിങ് സമ്മർ വെളിച്ചമുണ്ട്, ഇച്ചിരി വെളിച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഇത് ആനന്ദി എക്സ്പ്രസ് ആണ് ട്ടാ. നല്ല എക്സ്പീരിയൻസ് അല്ലേ ഇത്? നല്ല സീറ്റൊക്കെയാ, നല്ല വാഷ്റൂം എല്ലാം സെറ്റാ. ഒരാൾ അവിടെ നിന്ന് കഥകൾ എഴുതുന്നു.
എല്ലാം പറയുന്ന കുട്ടി ആര്യമോൾ. ഒടിഞ്ഞു. എനിക്ക് വയ്യേ എന്ത് ഒടിഞ്ഞോടി. ഫുഡ് 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 എനിക്ക് ഇതിനെ കാണുമ്പോ പച്ചക്കുതിരയല്ല ദിലീപില്ല ഇങ്ങനത്തെ ഒരു ബാഗൊക്കെ ഇട്ടിട്ട് സത്യം. അങ്ങനെ അതേ കണ്ണാട, അതേ മുഖം, അതേ എക്സ്പ്രഷൻ. പഴന്നത് ചോദിക്കണണ്ടില്ലേ? ഞങ്ങൾ എത്താറായി ഗായ്സ്. അടുത്ത സ്റ്റോപ്പാണ് ടീം സാധനങ്ങളൊക്കെ എടുത്ത് ഇനി ഇറങ്ങണം. എത്താറായി. ഇതിനെ കാണുന്നുണ്ടോ? Thomas speaking, approaching Milton Keynes Central. If you are leaving us here, do take care when you step from the train onto the platform. Ensure that you take all of your personal items with you. Apologies for the late arrival into Milton Keynes this evening. We are arriving at 30. ലണ്ടൻ എത്തി. പെട്ടി വേണ്ട. അപ്പൊ ഞങ്ങൾ ഇവിടെ ലണ്ടനിലെത്തി. ട്രെയിൻ കയറി എന്നിട്ട് ടോട്ടനം ഹില്ല് അവിടേക്ക് ട്രെയിൻ കയറാൻ നിൽക്കണു. ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട നിഖിൽ ചേട്ടൻ കഴിഞ്ഞ വീഡിയോയിലുള്ള നിഖിൽ ചേട്ടന്റെ. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് പെട്ടേനെ. ഈ അണ്ടർഗ്രൗണ്ട് ഒന്നും യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ട്രെയിൻ ഒന്നും കയറാൻ അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ അടുത്ത വീഡിയോ അടുത്ത എപ്പിസോഡ് കാണാം.